അച്ചൻകോവിലാർ മുറിച്ചു കടക്കാൻ പാലമില്ലാതെ യാത്രാ ദുരിതം അനുഭവിക്കുകയാണ് പത്തനംതിട്ട ആവണിപ്പാറ നിവാസികൾ. പതിറ്റാണ്ടുകളായുള്ള ആവശ്യം ഇതുവരെയും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ആറിന് ഇരുകരകളിലും വലിച്ചു കെട്ടിയ വടത്തിൽ പിടിച്ചാണ് ഇവരുടെ തോണിയാത്ര. മഴ കനത്താൽ ഇവരുടെ ജീവിതം കൂടുതൽ ദുരിതത്തിലാകും. ആവണിപ്പാറയിലെ ജനങ്ങൾക്ക് പുറം ലോകത്തേക്കെത്താൻ ഒരു പാലം വേണം. പാലം വേണമെന്ന ആവശ്യം ഉന്നയിച്ചവരാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. പല തലമുറകൾ മാറി വന്നിട്ടും യാത്രാ ദുരിതത്തിന് അറുതിയില്ല. മുറുകെ കെട്ടിയ വടത്തിൽ തൂങ്ങിയുള്ള ഈ ജീവിതവും അവസാനിക്കുന്നില്ല. ആശയറ്റ് കാലം കഴിക്കാൻ ആവണിപ്പാറയിലെ ജനങ്ങൾ തയ്യാറല്ല. വരും തലമുറയെങ്കിലും പുറം ലോകവുമായി ബന്ധമില്ലാതെ ജീവിക്കരുത്. ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കഴിയാതെ മരിച്ചു വീഴരുത്. പഠനം മുടങ്ങരുത്. ഇതാണ് ഇവരുടെ ആവശ്യം. അക്കരക്കാർ വണ്ടിയെ വിളിച്ച് അങ്ങനെ പോകത്തുള്ളൂ. അന്ന് ഒന്നും ഒക്കത്തില്ല, ചത്തു പോകത്തേ ഉള്ളൂ. പാലമില്ലാത്തതിന്റെ ബുദ്ധിമുട്ടാ കൂടുതലും. ഇപ്പൊ 50-60 വർഷം കൊണ്ട് നാളെ തരാം, മറ്റന്നാൾ തരാം, അടുത്ത മാസം തരാമെന്ന് പറയുന്നതല്ലാതെ ആരെ കൊണ്ട് ഇതുവരെ ഒരു നിലവിൽ വന്നിട്ടില്ല. ഈ വർഷം കുറക്കെ കൊണ്ട് പറയുക പാലം പണിയുന്നു, പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല. പാലം വലിയ വെള്ളപ്പൊക്കമായി പോയാൽ ഇതിന് മേളിൽ കൂടെ വെള്ളം വരുന്ന വലിയ വെള്ളം എങ്ങനെ അക്കരെ കയറും? ഒരു അസുഖം വന്നാലും എടുത്തോണ്ട് ഈ ആറ്റിൻ്റെ അക്കരെ കയറണം, വണ്ടി വരാനൊക്കെ ഉണ്ട്. അങ്ങനെ ഇവിടെ ഉള്ളവർ എല്ലാത്തിനും കിടന്ന് ഇവിടെ ബുദ്ധിമുട്ട. ആർക്കൊരു സർക്കാരാണെങ്കിൽ ആർക്കൊരു ഒന്നും അറിയണ്ട. ഈ കോളനിയിൽ ആളുണ്ടോ, ആൾക്കാരുണ്ടോ എന്ന് ആരും എന്ന് അന്വേഷിക്കത്തുമില്ല, വരത്തുമില്ല. അവരുടെ ആവശ്യത്തിന് വരും. വോട്ട് പിടിക്കാൻ അവർ കൂടെ ഇവിടെ വരും. വോട്ട് കൊടുക്കാൻ ഈ കോളനിക്കാർ കൊടുക്കാൻ അവർ കൂടെ ഓടി വരും. അത് കഴിയുന്ന പിന്നെ അവർ ഈ കോളനിക്കാരെ വന്ന് അവർ തിരിഞ്ഞു നോക്കത്തില്ല. തകർന്നു തരിപ്പടമായ റോഡിലൂടെ കിലോമീറ്ററുകൾ താണ്ടി വേണം ആവണിപ്പാറയുടെ മറുകരയിലേക്ക് എത്താൻ. ചെറിയ മഴ പെയ്താൽ ആറ്റിൽ വെള്ളം നിറയും. കുത്തിയൊഴുകുന്ന ആറിലൂടെ മറുകരയിലേക്ക് എത്തുക അസാധ്യം. പിന്നെ ദിവസങ്ങളോളം ഒറ്റപ്പെട്ട ജീവിതം. പെട്ടെന്നൊരു അസുഖമുണ്ടായാൽ നിസ്സഹായരായി കണ്ടു നിൽക്കുക തന്നെ. അങ്ങനെ ആഹാരം പോലും കഴിക്കാതെ പട്ടിണി കിടന്ന എത്രയോ രാത്രികളുടെ വേദനയുണ്ട് ഇവർക്ക് പറയാൻ. ഡൈവരി നാണെങ്കിൽ 15 അരി, അതൊന്നും 25 അരി അതിൻ്റെ സാധനം കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോഴാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതുപോലും കിട്ടുന്നില്ല. പിന്നെ ഞങ്ങൾ വണ്ടിക്കൂലി മുടക്കിയാണ് റേഷൻ കടയിൽ പോയി അരി വാങ്ങിച്ച് ഈ വെള്ളത്തിൽ റേഷൻ അരി വാങ്ങിച്ചുകൊണ്ടാണ് ഞങ്ങൾ കഴിയുന്നത്. മഴ കനത്തപ്പോൾ മാസങ്ങളോളം ഇവിടുത്തെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനാകാതെ വന്നിട്ടുണ്ട്. കുത്തിയൊലിച്ചു വരുന്ന ആറിനെ കുട്ടികൾ നിസ്സഹായരായി നോക്കി നിൽക്കും. പാലമില്ലാത്തതുകൊണ്ട് ഭയങ്കര കഷ്ടപ്പാടാണ് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ. കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ ഒരാഴ്ചയോളം കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയില്ല. ഒരുപാട് പഠിത്തമൊക്കെ അങ്ങനെ പോകുന്നുണ്ട് കുട്ടികളുടെ. ഈ വെള്ളം തന്നെ എത്ര ക്ലാസ് മുടങ്ങി ഞങ്ങളുടെ പിള്ളേരെ, ഒരുപാട് ക്ലാസ് മുടങ്ങി. വെള്ളം ഇപ്പോൾ വലിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളുടെ പിള്ളേരെ വിടാൻ തുടങ്ങിയത്. ആവണിപ്പാറ നിവാസികളുടെ പാലമെന്ന ആവശ്യം മാറി മാറി അധികാരത്തിലെത്തിയ സർക്കാരുകൾ കേട്ടില്ല, അല്ലെങ്കിൽ കേട്ടില്ലെന്ന് നടിച്ചു. 36 കുടുംബങ്ങളിലായി പ്രായമായവരും കുട്ടികളുമടക്കം 150ഓളം മനുഷ്യർ ഇവിടെയുണ്ട്. കൊടിയ പട്ടിണിയും ദാരിദ്ര്യവും വരിഞ്ഞു മുറുക്കുന്ന ജീവിതത്തിലേക്കുള്ള പ്രതീക്ഷയുടെ നേരിയ വെളിച്ചമാണ് ഇവർക്ക് ഈ പാലം. പാതി വഴിയിൽ മരിച്ചു വീഴാതെ, ക്ലാസുകൾ മുടങ്ങാതെ, പട്ടിണി കിടക്കാതെ ഈ മനുഷ്യർക്ക് ജീവിക്കണം. ദാരിദ്ര്യവും പട്ടിണിയും നിറഞ്ഞ ഈ വീടുകളിലേക്കെത്താൻ ഇവർക്ക് വഴിയില്ല. പലയിടങ്ങളിൽ, പല ദേശങ്ങളിൽ ഇവരുടെ മുഖങ്ങൾ മാത്രമാണ് മാറുന്നത്, ജീവിതങ്ങൾ മാറുന്നില്ല. ആവണിപ്പാറയിൽ നിന്നും അഫ്സൽ രാജിനും അതുൽ സുരേഷിനുമൊപ്പം ശ്രീരാജ്, ന്യൂസ് മലയാളം, പത്തനംതിട്ട.